മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പ്രതിപക്ഷ നീക്കം. പ്രമേയത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പ്രമേയത്തിൽ എംപിമാർ ഒപ്പുവയ്ക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. അധ്യക്ഷൻ ധൻഖർ ജയാ ബച്ചനെ അപമാനിച്ചെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സഭാധ്യക്ഷന് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായ അജയ് മാക്കൻ ആരോപിച്ചു. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും രാജ്യസഭാ അധ്യക്ഷനും പ്രതിപക്ഷത്തെ അംഗങ്ങളും തമ്മിലുള്ള വാക്പോര് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു ഇംപീച്ച്മെന്റിന് നീക്കം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ പാർലമെന്റ് സെഷനിൽ പലതവണ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറും പ്രതിപക്ഷവും തമ്മിൽ നേർക്കുനേർ വാക്പോരിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും ജയാ ബച്ചനെ ശരിയല്ലാത്ത ശൈലിയിൽ അഭിസംബോധന ചെയ്തു എന്നതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, പ്രതിപക്ഷ അംഗങ്ങളെ കൃത്യമായി തുടർച്ചയായി നിരന്തരം അപമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ചെയർമാൻ പോകുന്നു എന്ന ആക്ഷേപവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ജയാ ബച്ചനെ അഭിസംബോധന ചെയ്ത ശൈലി ശരിയായില്ല എന്നുള്ളതാണ് ഇന്ന് ഈ പ്രതിഷേധം ഉയരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഖാർഗെയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും സംഭാഷണങ്ങളും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയുള്ള തുടർ ചർച്ചകളും ഇന്ന് രാജ്യസഭയിലുണ്ടായി. ഈ ചർച്ചകൾക്കൊക്കെ അവസാനം പ്രതിപക്ഷ അംഗങ്ങൾ രാജ്യസഭയ്ക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഇന്നുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറിനെ എതിരെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിലുള്ള നടപടിക്രമങ്ങൾ പ്രതിപക്ഷം ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നത്. നിശ്ചിത എണ്ണം രാജ്യസഭാ അംഗങ്ങൾ ഇതിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നതാണ് ഒടുവിൽ പാർലമെന്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിനീത. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.